നമസ്കാരം. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കീർണമായുള്ള വിഷയങ്ങളെയും കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് അഭിമുഖീകരിക്കുന്നതിന് സ്വല്പം ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശവും ഉപദേശങ്ങളൊക്കെ തേടി ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ കുറെ അബദ്ധങ്ങളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും അത് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞുപോയി എന്ന് പറയാൻ വയ്യ. ഒരു കൊല്ലം കൂടിയും അതിന്റെ ബാക്കി ഭാഗം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ധ്രുവീകരണം സ്വന്തമായി നടത്തുക എന്ന പ്രസ്ഥാനത്തിലാണെങ്കിൽ ധ്രുവീകരണം എന്തായാലും വേണ്ടിവരും. അതല്ല, മറ്റൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ അവിടെ ജോലിക്കാരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പരിശീലനം നൽകിക്കൊണ്ട് ഉദ്ധരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും വരുന്ന മാസം, അതായത് മെയ് ജൂണോടുകൂടി പാഠ്യപദ്ധതികളൊക്കെ പൂർത്തീകരിക്കും. എന്നാൽ ആ രാജ്യത്ത് തന്നെ ജോലി ലഭിക്കുമോ എന്ന ഒരു ആശങ്ക ഉണ്ട്. ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ മറ്റു രാജ്യത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനോ അതല്ല ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുവാൻ തക്കവണ്ണം എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തുവാൻ ഇടയുണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം കൂടുതൽ മുറികളുള്ള വീട് വാടകയ്ക്ക് എടുക്കുവാൻ തീരുമാനിക്കും. പല വിധത്തിലുള്ള അസുഖങ്ങളും വന്നു ചേരുവാനിടയുള്ളതിനാൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ ചിലർക്ക് സാംക്രമിക രോഗങ്ങളെ കൊണ്ട് അസുഖങ്ങളാണ്. മറ്റു ചിലർക്ക് 4 വർഷത്തിന് മുമ്പേ ഉണ്ടായിട്ടുള്ള പകർച്ചവ്യാധിയുടെ ബാക്കി ഭാഗമാണ്. മറ്റു ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണ ക്രമീകരണം, യോഗ, പ്രാണായാമം എന്നിവ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ ഒരു പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുവാൻ തീരുമാനിക്കും. പലപ്പോഴും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. ദമ്പതികളുടെ ഏകാഭിപ്രായത്തോടുകൂടിയതായിട്ടുള്ള അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ആർജിക്കുവാനും യുവതലമുറയിലുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അന്വേഷണങ്ങളും അവസരങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്ന പലർക്കും, അതായത് വികസിത രാഷ്ട്രത്തിൽ ഉദ്യോഗത്തിലിരിക്കുന്ന പലർക്കും ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് സൂചനകൾ ലഭിച്ചതിനാൽ ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് മറ്റു ചില അപേക്ഷകളൊക്കെ നൽകുവാനും ജീവിത പങ്കാളിയെ, പ്രത്യേകിച്ച് കുടുംബജനങ്ങളെ ജന്മനാട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് അഹോരാത്രം പ്രയത്നിക്കുകയും ഇതിന്റെ വെളിച്ചത്തിൽ ഒരു ധ്രുവീകരണം എന്ന നിലയിൽ ഇനി മുതൽ വ്യാപാരം ഒരു ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന ധാരണയോടുകൂടി ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ആചാര മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകൾ വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഈ ഒരു മാസം പലപ്പോഴും ശനി, ഞായർ എന്നീ ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ജൂൺ മാസത്തിന്റെ ഉള്ളിൽ തന്നെ പൂർത്തീകരിക്കുന്ന പല പദ്ധതികളായതുകൊണ്ട് ഗൃഹത്തിൽ നിന്നും വിട്ടു താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സമത്വ ഭാവനയൊക്കെ നല്ലതാണെങ്കിൽ പോലും പ്രായോഗികമായിട്ട് ചിന്തിച്ചു മാത്രമേ ഏതൊരു കാര്യങ്ങൾക്കും പ്രവർത്തിക്കാവൂ അല്ലെങ്കിൽ പ്രയത്നിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധമായി തീരുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വേർപെട്ട് താമസിക്കുന്ന
ജീവിത പങ്കാളികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരങ്ങൾ വന്നു ചേരും. മംഗളവേളകളിൽ വെച്ച് ബഹുമുഖ പ്രതിഭകളെ കാണുവാനും ആശയവിനിമയം നടത്തുവാനും സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും ഇടയുണ്ട്. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും വന്നു ചേരും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ പരീക്ഷാ നിരീക്ഷണങ്ങൾ നടത്തുന്നവര് ഈ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും കൂടുതൽ നന്നാവുക. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം തന്നെ സഹപ്രവർത്തകരെയും ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും നിരുപാധികം പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ പ്രാരംഭത്തിൽ ഏപ്രിൽ മെയ് മാസത്തോടുകൂടി ജന്മനാട്ടിൽ വന്ന് അവധിയെടുത്തു വന്നു ചേരും എന്ന ധാരണയൊക്കെ ഉണ്ടായെങ്കിൽ പോലും അവരുടെ ജോലിയുടെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവധിയെടുത്ത് വരാതെ തന്നെ അവിടേക്ക് വിദേശത്തേക്ക് മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാൻ തീരുമാനിക്കും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഏറ്റെടുക്കുവാനും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനും സാധിക്കും. വാസ്തുശാസ്ത്ര പിഴയുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കും. ഒരുപക്ഷെ അതൊരു പ്രാവർത്തികമാവുക എന്നത് 2027-2028 കാലങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. കഴിവും അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും പലപ്പോഴും പലർക്കും അത് അവസരങ്ങൾ വന്നു ചേരുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ അവസരങ്ങൾ വന്നു ചേർന്നാൽ പോലും അഹോരാത്രം ഈ ഒരു മാസത്തിൽ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഇത്രയും കാലത്തിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നന്മ തിന്മകളെ വേർതിരിച്ച് അർഹമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ ഇടവരും. ആധ്യാത്മിക ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കീഴ് ജീവനക്കാരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങളിൽ അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറേണ്ടതാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രതിഫലേച്ഛ കൂടാതെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി തയ്യാറാകുവാനും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാനും ഒരുപക്ഷെ സമാന ചിന്താഗതിയിലുള്ളവരുടെ സംസർഗത്താൽ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. ശുഭപ്രതീക്ഷകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ട് വിജയം കൈവരിക്കുവാനും മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുവാനായിട്ട് എല്ലാ കാര്യങ്ങളിലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളുടെ ഭാഗമായിട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും യാത്രകൾ വേണ്ടിവരും. കുടുംബാംഗങ്ങളോടൊപ്പം ആരാധനാലയ ദർശനമോ സുഹൃത്തുക്കളോടൊപ്പമുള്ള പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളോ ഇതെല്ലാം തന്നെ ഒരുപക്ഷെ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ഈ സാഹചര്യങ്ങളെ കൊണ്ട് കുടുംബാംഗങ്ങളിൽ നിന്നും സ്വല്പം അതൃപ്തി വന്നു ചേരുമെങ്കിൽ പോലും മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിന്റെ വെളിച്ചത്തിൽ മെയ് മാസം മുതൽ മറ്റൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുക, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ തന്നെ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരുക എന്ന ആശയം മുന്നിൽ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. രോഗശമനം വന്നു ചേരുകയും ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പലവിധത്തിലുള്ള അസുഖങ്ങൾ വരികയും
പല വിധത്തിലുള്ള ചികിത്സാ രീതികളുടെ വെളിച്ചത്തിൽ ഏപ്രിൽ മാസത്തോടുകൂടി ഇത് കുറച്ച് ശമനം വന്നു ചേരുവാനും ഇനി മുതൽ മുൻപുണ്ടായിരുന്ന ജോലികളെല്ലാം തന്നെ ഏറ്റെടുക്കാം എന്ന വൈദ്യ നിർദ്ദേശം സ്വീകരിക്കുവാനും ഇടയുണ്ട്. കരാറ് ജോലികളിൽ കഴിഞ്ഞ വർഷം സ്വല്പം നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ ഓഗസ്റ്റ് മാസം മുതൽ പൂർത്തീകരിക്കുന്നതായുള്ള പദ്ധതികളായതുകൊണ്ടും ഈ ഇത്രയും കാലത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും സമയബന്ധിതമായിട്ട് മാത്രം പണം മുതൽ മുടക്കിയാൽ മതി എന്ന ധാരണയോടുകൂടിയും ഒരുപക്ഷെ സുഹൃത്ത് ഏറ്റെടുക്കുന്നതിന്റെ ഉപവിഭാഗമായിരിക്കാം. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ബാധ്യതകളൊന്നുമില്ലാത്തതിനാൽ ആത്മവിശ്വാസത്തോടുകൂടി ഈ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിലപ്പെട്ട സമയം പാഴാക്കുന്ന മക്കൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനായിട്ട് അനുഭവജ്ഞാനമുള്ളവരെ കാണുവാനിടവരും. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടമുണ്ടാകുമോ എന്ന കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് വേണ്ടതാണ്. നാഡീരോഗപീഠകളോട് ബന്ധപ്പെട്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുവാനും യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും തീരുമാനിക്കും. പലപ്പോഴും അന്യരെ സംശയിക്കുന്ന പ്രവണത ഒഴിവാക്കി സ്വന്തം നടത്തിവരുന്ന പ്രസ്ഥാനത്തിന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയും ഒരു ധ്രുവീകരണവും അതേപോലെ തന്നെ ഈ വിറ്റുവരവുള്ള അല്ലെങ്കിൽ നഷ്ടസാധ്യതയുള്ള മേഖലകളെല്ലാം ഒഴിവാക്കി കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് വ്യക്തിപരമായിട്ടും സമൂഹത്തിനും രാജ്യത്തിനും ഒരേപോലെ നേട്ടത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ ഭക്തി ശ്രദ്ധാപൂർവം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ടോ എന്ന തോന്നലുള്ള എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സർവ്വവിധത്തിലുള്ള സ്വീകാര്യതയും വന്നു ചേരുവാനിടയുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടി പുതിയ പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യത കാണുന്നു. വിഭാവനം ചെയ്ത പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേരുവാനിടവരും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ അസുഖം കണക്കിലെടുത്തുകൊണ്ട് നിലവിലുള്ള രാജ്യത്ത് നിന്നും മാറി മറ്റ് അവരെ സംരക്ഷിക്കാൻ തക്കവണ്ണം ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള രാജ്യത്തിലേക്ക് ജോലി ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വസ്തുതകളൊക്കെ നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. കലാസാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവസരങ്ങൾ വളരെ കുറവായതിനാൽ പരിശീലനം വളരെ നല്ല നിലയിൽ പരിശീലനം നേടുകയും ഇതിന്റെ വെളിച്ചത്തിൽ മെയ് മാസം മുതൽ അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ മെയ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിലൊക്കെ തന്നെ ഇതിലൊരു തീയതികളൊക്കെ തന്നെ കുറിച്ചിടുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. മഹത് വ്യക്തികളുടെ ആശയങ്ങളൊക്കെ നല്ലതാണെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള ശേഷി കുറവുള്ളത് കൊണ്ട് അതിനനുസരിച്ച് കൃത്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട്. ജനോപകാരപ്രദമായുള്ള രീതിയിൽ പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും അവസരമുണ്ടാവുകയും ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവർക്ക് വേണ്ടി പ്രയത്നിക്കാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. പലപ്പോഴും നീതിപൂർവമുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ഇനി മുതൽ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ തക്കവണ്ണം പല വിധത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള മേഖലയോട് ബന്ധപ്പെട്ട് നല്ല സൂചനകൾ ലഭിക്കുവാനിടയുള്ളത് കൊണ്ട് സ്വല്പം ഉത്സാഹത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും
പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്.